ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഐസ് ക്യൂബിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് പിമ്പിൾസ് ഒക്കെ മാറാനും നമ്മുടെ മുഖം നല്ല ക്ലിയർ ആയിട്ടിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഐസ് ക്യൂബാണിത്. മുഖക്കുരുവൊക്കെ വന്നിട്ട് അതിൻ്റെ പാടുകളും കുഴികളും ഒക്കെ ആയിട്ട് മുഖമൊക്കെ നാശമായി പോയവർക്ക് ഈ ഒരു ഐസ് ക്യൂബ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മുഖം നല്ല ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും. മുഖക്കുരു പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും. അതിൻ്റെ പാടുകൾ മാറിക്കിട്ടും. നമ്മുടെ സ്കിന്നിൻ്റെ ഓപ്പൺ പോസിൻ്റെ സൈസ് കുറയ്ക്കാനും പിമ്പിൾസ് വന്നിട്ടുള്ള ആ ഒരു കുഴികൾ കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐസ് ക്യൂബ് തയ്യാറാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ നോക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ട നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ആര്യവേപ്പാണ്. ഫ്രഷ് ആയിട്ടുള്ള ആര്യവേപ്പ് തന്നെ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ 3 തണ്ട് ആര്യവേപ്പ് എടുത്തിട്ടുണ്ട്. ആര്യവേപ്പ് നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടാൻ സഹായിക്കും. മെയിനായിട്ടും നമ്മുടെ മുഖക്കുരുവൊക്കെ പൂർണ്ണമായിട്ടും മാറിക്കിട്ടാൻ സഹായിക്കുന്നുണ്ട്. ഇതിൽ ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് മുഖക്കുരു വരാതിരിക്കാനും മുഖക്കുരുവിൻ്റെ പാടുകൾ മാറാനും ഒക്കെ നല്ലതാണ്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പിടി പുതിനയിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ആര്യവേപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്. മഞ്ഞൾപ്പൊടി സ്കിന്നിന് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്താൽ മതി. അപ്പം ഇതും നമ്മുടെ മുഖക്കുരു മാറിക്കിട്ടാനും പാടുകൾ മാറിക്കിട്ടാനും മുഖക്കുരു പുതിയതായിട്ട് വരാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ജ്യൂസ് അരിച്ചിട്ട് നമുക്കൊരു ഐസ് ക്യൂബിൻ്റെ ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് നമുക്ക് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. അതിനുശേഷം ഐസ് ക്യൂബായിട്ട് നിങ്ങൾക്ക് ഓരോ ഐസ് ക്യൂബായിട്ട് എടുത്ത് യൂസ് ചെയ്യാം. ദിവസവും 2 ഐസ് ക്യൂബെങ്കിലും യൂസ് ചെയ്യാം. രാവിലെ 1, അതുപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുന്നേ ആയിട്ട് 1 എന്നുള്ള രീതിക്കാണ് യൂസ് ചെയ്യേണ്ടത്. ബാക്കിയുള്ളത് നമുക്ക് പിന്നെയുള്ള ദിവസങ്ങളിലായിട്ട് യൂസ് ചെയ്ത് കൊടുത്താൽ മതി. തണുപ്പ് അധികം പറ്റാത്തവരും അതുപോലെ തന്നെ ഐസ് ക്യൂബ് ആക്കിയിട്ട് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്കിതൊരു ടോണറായിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു വെള്ളം ഒരു കുപ്പിയിലേക്ക് ആക്കി വെച്ചിട്ട് മുഖത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു പഞ്ഞിയിൽ മുക്കിയിട്ട് മുഖത്ത് തുടച്ച് കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ മതി. അങ്ങനെയും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ എത്ര വയസ്സ് മുതലുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഒരു ടീനേജേഴ്സ് മുതലുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐസ് ക്യൂബാണിത്. അപ്പോൾ ദിവസവും ഈ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മുഖം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. 2 നേരം നിങ്ങൾ ഈ ഒരു ഐസ് ക്യൂബ് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ദിവസം ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം നിങ്ങളുടെ മുഖത്ത് തന്നെ അറിയാൻ പറ്റും. പാടുകളൊക്കെ മങ്ങി തുടങ്ങാനും അതുപോലെ തന്നെ മുഖക്കുരുവൊക്കെ കുറയാനും ഒക്കെ സഹായിക്കും. മുഖത്തെ അധിക എണ്ണമയം കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്